കുടിയേറ്റ പ്രതിഷേധങ്ങളെ തുടർന്ന് നാഷണൽ ഗാർഡിൻ വിന്യസിച്ച് ട്രംപ് ഭരണകൂടം ലോസ് ആഞ്ചലസിൽ കുടിയേറ്റ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട ഫെഡറൽ ഇമിഗ്രേഷൻ ഓഫീസിനും ഉദ്യോഗസ്ഥർക്കും നേരെ നടന്ന ആക്രമണങ്ങളെ തുടർന്ന് നഗരം സംഘർഷാഭരിതമാണ്. ഈ ആക്രമണങ്ങളെ തുടർന്നുണ്ടായ അറസ്റ്റുകൾ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും നിയമപാലകരുമായുള്ള ഏറ്റുമുട്ടലുകൾക്കും കാരണമായി. സാഹചര്യങ്ങൾ വഷളായതോടെ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസമിന്റെ അഭ്യർത്ഥനയില്ലാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടൈറ്റിൽ 10 പ്രകാരം 2000 നാഷണൽ ഗാർഡ് സൈനികരുടെ നഷ്ടം ലോസ് ആഞ്ചലസിൽ വിന്യസിച്ചു. നിലവിൽ 60 ദിവസത്തേക്ക് നഗരം ഫെഡറൽ നിയന്ത്രണത്തിലാണ്. നാഷണൽ ഗാർഡ് ഇതിനോടകം 100-ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. പ്രതിഷേധക്കാരെ നേരിടാൻ കണ്ണീർ വാതകം, റബ്ബർ ബുള്ളറ്റുകൾ, മറ്റ് ജനക്കൂട്ട നിയന്ത്രണ തന്ത്രങ്ങൾ എന്നിവ അധികാരികൾ ഉപയോഗിച്ചു. പ്രതിഷേധത്തിനിടെ നിരവധി സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾ കത്തിച്ചതായും റിപ്പോർട്ടുണ്ട്. ഗവർണറുടെ അനുമതിയില്ലാതെ നാഷണൽ ഗാർഡിനെ വിന്യസിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം വലിയ വിവാദത്തിന് തിരികൊളുത്തി. ഇത് സംസ്ഥാന പരമാധികാരത്തിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും ഗവർണർ ഗാവിൻ ന്യൂസം വിമർശിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോഴും കുടിയേറ്റക്കാർക്കെതിരായ നടപടിയിൽ പ്രതിഷേധം തുടരുന്ന ലോസ് ആഞ്ചലസിൽ മറൈൻ കോറിനെ വിന്യസിച്ച് ട്രംപ് ഭരണകൂടം. പ്രതിഷേധം അടിച്ചമർത്താനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമായി തെക്കൻ കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 700-ലധികം മറൈനുകളെയാണ് നഗരത്തിൽ വിന്യസിച്ചത്. 4000-ലധികം നാഷണൽ ഗാർഡ് സൈനികർക്ക് പുറമെയാണ് മറൈനുകളെ കൂടി അയക്കാനുള്ള ഫെഡറൽ സർക്കാരിന്റെ തീരുമാനം. കാലിഫോർണിയ സംസ്ഥാന ഭരണകൂടത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ട്രംപിന്റെ തീരുമാനം എന്നതും വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയ്ക്ക് വഴിവെക്കും. അസാധാരണമായ സാഹചര്യങ്ങളിലാണ് മറൈനുകളെ വിന്യസിക്കാറുള്ളത്. സംസ്ഥാന ഭരണകൂടത്തിന്റെ പ്രത്യേക അഭ്യർത്ഥനയും ഇതിനാവശ്യമാണ്. നിയന്ത്രണാതീതമായ സാഹചര്യമില്ലാത്ത ഘട്ടത്തിൽ മറൈനുകളെ വിന്യസിച്ചത് രാഷ്ട്രീയ ദുരുദ്ദേശത്തിന്റെ ഭാഗമാണെന്നും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം ആരോപിച്ചു. മറൈൻ വിഭാഗത്തെ വിന്യസിച്ച ഫെഡറൽ സർക്കാരിന്റെ അസാധാരണ നടപടിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം പ്രതിഷേധങ്ങൾ നിലനിൽക്കാതെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം അറിയിച്ചു. നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്ന കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഡെമോക്രാറ്റുകളായ സംസ്ഥാന സർക്കാരിനുള്ളതെന്നും ക്രിസ്റ്റി നോം കുറ്റപ്പെടുത്തി. ഫെഡറൽ നടപടിക്കെതിരായ വിമർശനങ്ങൾ തുടർന്നാൽ ഗാവിൻ ന്യൂസോമിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഗവർണറുടെയും മേയറുടെയും അധികാര പരിധികളെ ബലപ്രയോഗത്തിലൂടെ മറികടക്കാനാണ് പ്രസിഡന്റ് ശ്രമിക്കുന്നതെന്നും വിമർശനമുയരുന്നുണ്ട്. സൈന്യത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ട്രംപ് ചെയ്യുന്നതെന്നും സെനറ്റ് ആൻഡ് സർവീസസ് കമ്മിറ്റി അംഗമായ ജാക്ക് റീഡ് പറഞ്ഞു. ഈ അഭൂതപൂർവമായ നീക്കം കാലിഫോർണിയയിലെ സാഹചര്യത്തെ ദേശീയ പ്രതിസന്ധിയാക്കി മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കടുത്ത അടിച്ചമർത്തൽ നടപടി ഉണ്ടായിട്ടും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. യുഎസിലെ പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധം വ്യാപിച്ചു. സാന്താ ആന, സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക് സിറ്റി, അറ്റ്ലാന്റ, ലൂയിസ്വില്ലെ, കെൻഡക്കി, ഡാലസ്, ബോസ്റ്റൺ, പിറ്റ്സ്ബർഗ്, ഷാർലറ്റ്, സിയാറ്റിൽ, വാഷിംഗ്ടൺ എന്നിവിടങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു. പ്രതിഷേധം കടുക്കുന്ന സാഹചര്യത്തിലും അറസ്റ്റ് നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ്. അമേരിക്കൻ സായുധ സേനയുടെ ഒരു റിസർവ് ഘടകമാണ് നാഷണൽ ഗാർഡ്. ഇതിൽ ആർമി നാഷണൽ ഗാർഡും എയർ നാഷണൽ ഗാർഡും കൂടുതലാണ്. 1903 മിലിഷ്യ ആക്ട് പ്രകാരം ഇത് രൂപീകരിച്ചു. സംസ്ഥാന ഫെഡറൽ സർക്കാരുകൾക്ക് സേവനം നൽകുന്നു. ചുഴലിക്കാറ്റുകൾ, കാട്ടുതീ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അടിയന്തരമായി പ്രവർത്തിക്കാനാണ് ഗവർണർമാർ പ്രധാനമായും നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നത്. ഈ വർഷം ജനുവരിയിൽ കാലിഫോർണിയയിലുണ്ടായ കാട്ടുതീയെ നേരിടാനും 2005 കത്രീന ചുഴലിക്കാറ്റ് സമയത്ത് രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും ഇവരെ വിന്യസിച്ചിരുന്നു. 2021 വാഷിംഗ്ടൺ DC-യിൽ നടന്ന ജോർജ് ഫ്ലാറ്റ് പ്രതിഷേധങ്ങളിലും US ക്യാപിറ്റൽ കലാപ പ്രതികരണത്തിലും 25,000-ലധികം ആളുകൾ ഗാർഡ് സൈനികർ നിർണായക പങ്കുവഹിച്ചു. കൂടാതെ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നിവയുൾപ്പെടെ വിദേശ യുദ്ധ പ്രവർത്തനങ്ങളിലും ഗാർഡിൻ സേവനം അനുഷ്ഠിക്കാൻ കഴിയും. 2023 കണക്കനുസരിച്ച് ഏകദേശം 4,19,000 റിസർവുകൾ ഗാർഡിനുണ്ട്. ഫെഡറൽ നിയന്ത്രണവും രാഷ്ട്രീയ പ്രതികരണങ്ങളും നാഷണൽ ഗാർഡുകൾ സാധാരണയായി പോലുള്ള സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ ടൈറ്റിൽ 10 ഫെഡറൽ ചട്ടങ്ങൾ വഴി പ്രത്യേക ദേശീയ അടിയന്തരാവസ്ഥകളിൽ പ്രസിഡന്റിന്
അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും. ഈ ഫെഡറേഷൻ ഗാർഡിൻ ഗവർണറുടെ അധികാരപരിധിയിൽ നിന്നും താൽക്കാലികമായി നീക്കം ചെയ്ത് പ്രസിഡന്റിന് അവരെ ഒരു ആഭ്യന്തര സുരക്ഷാ സേനയായി ഉപയോഗിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇത്തരം നടപടികൾ വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഗവർണറുടെ അഭ്യർത്ഥനയില്ലാതെ നാഷണൽ ഗാർഡിന്റെ അവസാനമായി ഫെഡറലൈസ് ചെയ്തത് 1965 പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ അലബാമയിൽ ഒരു പൗരാവകാശ മാർച്ച് സംരക്ഷിക്കാൻ സൈന്യത്തെ അയച്ചപ്പോഴാണ്. ഡെമോക്രാറ്റിക് നേതാക്കൾ ട്രംപിന്റെ ഈ നീക്കത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. ലോസ് ആഞ്ചലസ് സന്ദർശിച്ച ഡെമോക്രാറ്റിക് നേതാവ് ന്യൂസം ഗാർഡിൻ ആവശ്യപ്പെടുകയും ഭരണകൂടത്തിന്റെ നടപടികളെ വിമർശിക്കുകയും ചെയ്തു. ഇത് പൊതുജന സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് പകരം സംഘർഷം വഷളാക്കിയെന്ന് മറ്റൊരു ഡെമോക്രാറ്റിക് നേതാവ് ബാസ് അഭിപ്രായപ്പെടുകയും ചെയ്തു. അറസ്റ്റുകളും ഗാർഡ് വിന്യാസവും പരിഭ്രാന്തിയും ഭിന്നതയും പ്രചരിപ്പിക്കുന്നതിനുള്ള ക്രൂരവും ആയുധവുമായ അജണ്ടയുടെ ഭാഗമാണെന്നും മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും വിമർശിച്ചു. ലോസ് ആഞ്ചലസിലെ ഈ സ്ഥിതിഗതികൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും സംസ്ഥാന ഫെഡറൽ അധികാര ബന്ധങ്ങളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട്.